ഇന്ത്യക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയും ബാറ്റിംഗ് തകർച്ച നേരിട്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഒന്നാം ഇന്നിംഗ്സിൽ വെറും 150 റൺസിൽ പുറത്താക്കിയ ശേഷം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയ്ക്ക് 59 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകളാണ് നഷ്ടമായത്. 4 വിക്കറ്റുകൾ വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയുടെ തീപ്പൊരി ബോളിംഗ് ആണ് ഓസീസിനെ നാണം കെടുത്തിയത്. നഥാൻ മക്സ്വീനയുടെ വിക്കറ്റാണ് ഓസ്ട്രേലിയയ്ക്ക് ആദ്യം നഷ്ടമായത്. 10 റൺസ് എടുത്ത താരത്തെ ബുംറ വിക്കറ്റിന് മുന്നിൽ കുരുക്കി. ഉസ്മാൻ ഖവാജിയുടേതായിരുന്നു അടുത്ത ഊഴം. 8 റൺസ് എടുത്ത താരത്തെ ബുംറ സ്ലിപ്പിൽ കോഹ്ലിയുടെ കയ്യിൽ എത്തിക്കുകയായിരുന്നു. സ്റ്റീവ് സ്മിത്ത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. ബുംറയാണ് താരത്തെയും വിക്കറ്റിന് മുന്നിൽ കുടുക്കിയത്. തന്റെ ആദ്യ സ്പെല്ലിൽ 7 ഓവറുകളിൽ നിന്ന് 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയത്. അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഹർഷിത് റാണയാണ് ഓസ്ട്രേലിയയുടെ 4ാം വിക്കറ്റ് വീഴ്ത്തത്. ട്രാവിസ് ഹെഡാണ് വീണത്. പിന്നാലെ മിച്ചൽ മാർഷിനെ സിറാജ് പവലിയനിലേക്ക് പറഞ്ഞയച്ചതോടെ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 38 റൺസ് എന്ന നിലയിലായി. 1980 ശേഷം സ്വന്തം മണ്ണിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ 40 റൺസ് എത്തുന്നതിന് മുൻപേ ഓസ്ട്രേലിയയ്ക്ക് 5 വിക്കറ്റുകൾ നഷ്ടമാകുന്നത് ഇത് 2ാമത്തെ മാത്രം തവണയാണ്. സ്കോർ ബോർഡിൽ 47 റൺസ് എത്തിയപ്പോൾ മാർണസ് ലബുഷേനെ വീഴ്ത്തി സിറാജ് ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും ആഘാതമേൽപ്പിച്ചു. 2ാം സ്പെല്ലിനെത്തിയ ബുംറ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ ഋഷഭ് പന്തിന്റെ കൈകളിൽ എത്തിച്ചതോടെ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് 59 എന്ന റൺസിലായി. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 41 റൺസ് എടുത്ത അരങ്ങേറ്റ താരം നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ടോപ്പ് സ്കോറർ. നിതീഷിന് പുറമെ ഋഷഭ് പന്ത് 37, KL രാഹുൽ 26 എന്നിവർ മാത്രമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ പൊരുതിയെങ്കിലും നോക്കിയിട്ടുള്ളത്. ജയ്സ്വാൾ 0, ദേവ്ദത്ത് പടിക്കൽ 0, വിരാട് കോഹ്ലി 5 എന്നിങ്ങനെ റൺസ് നേടി ഫ്ലോപ്പായി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ് 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, മിച്ചൽ മാർഷ് എന്നിവർ 2 വീതം വിക്കറ്റുകൾ മാത്രം വീഴ്ത്തി. ഇതിനിടെ KL രാഹുലിന്റെ പുറത്താകലും വിവാദമായി. ടെസ്റ്റിൽ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത് വരികയാണ് രാഹുലിന് അമ്പയറിംഗ് പിഴവിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടത്. മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ 22ാം ഓവറിലെ 2ാം പന്തിലായിരുന്നു രാഹുലിന്റെ വിക്കറ്റ് വീണത്. മിച്ചൽ സ്റ്റാർക്കിന്റെ പന്ത് പ്രതിരോധിക്കാൻ രാഹുൽ ശ്രമിച്ചപ്പോൾ എഡ്ജ് ചെയ്തതാണെന്ന സംശയത്തിൽ ഓസീസ് താരങ്ങൾ അപ്പീൽ ചെയ്യുകയും ഓൺഫീൽഡ് അമ്പയർ അത് ഔട്ടല്ലെന്ന് വിധിക്കുകയുമായിരുന്നു. തുടർന്ന് ഓസ്ട്രേലിയ റിവ്യൂ ആവശ്യപ്പെടുകയും ഫീൽഡ് അമ്പയറുടെ നോട്ട് ഔട്ട് തീരുമാനം മാറ്റി വിധിക്കാനുള്ള കാരണങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും 3ാം അമ്പയർ അത് ഔട്ട് വിളിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഈ വിക്കറ്റും വിവാദമായത്.